കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാൾ ആയിരുന്നു. അദ്ദേഹത്തിന് 64 വയസ്സ് ആണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാലേട്ടൻ്റെ പിറന്നാൾ വളരെയധികം വലിയ ഒരു വാർത്തയായി മാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു മാറ്റമായി വരും. അതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിനകത്തുള്ള കണ്ടസ്റ്റൻസുകൾ ലാലേട്ടന് വിവിധ തരത്തിലുള്ള നൃത്ത പരിപാടികളൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലാലേട്ടന് വളരെ സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. കണ്ടസ്റ്റൻസ് നമ്മൾ നോറ, അങ്ങനെ സായി, അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ്, സിജോ, ഇവരൊക്കെ ലാലേട്ടനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ വളരെയധികം സംസാരിക്കുക ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പറയാനുള്ളത്, നമ്മളെ ഒരു കുട്ടിക്കാലത്തും നമ്മൾ ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം, അന്ന് നമുക്ക് പ്രതിഭാസം എന്ന് പോയിട്ട് നമുക്കൊന്നും അറിയില്ല. അന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സിനിമ VCRൻ്റെ ഒരു കാസറ്റ് എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കൊണ്ടുവരുന്നു, അത് നമ്മൾ ഒക്കെ കാണുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെയും ഇതേമാതിരിയുള്ള മൂവികൾ ഉണ്ട് എന്നൊക്കെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മുഖാന്തരം അറിയാൻ പറ്റുകയും, അങ്ങനെ അത് ഓരോരോ ശനി ഞായറും ദിവസങ്ങളിലൊക്കെ നമ്മൾ പുതിയ സിനിമകളൊക്കെ എങ്ങനെയെങ്കിലും കാണാനൊരു ചാൻസ് കിട്ടുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഓരോരോ ശനിയും ഞായറൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ കണ്ട ഒരു സിനിമയായിരുന്നു, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപ്രതീക്ഷിതമായ കണ്ട പടമാണ് കിലുക്കം എന്ന് പറഞ്ഞ പടം. കിലുക്കം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ കുട്ടികളാണെങ്കിലും വല്ലതുമുണ്ട്, ഒരു മനസ്സിനൊരു വിങ്ങലും, അതേമാതിരി ചിരിക്കാനും എല്ലാം നമുക്ക് ചിന്തിക്കാനുള്ളൊരു ശക്തിയൊന്നും അന്നത്തെ കാലത്തൊന്നും ഇല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സിനിമ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വല്ലാതെ അതിനെക്കുറിച്ച് ഒരു ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയൊന്നും നമുക്ക് അന്നൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതേമാതിരി ഗാന്ധർവം ഞാൻ കണ്ട അന്നത്തെ ഒരു സിനിമ ആയിരുന്നു ഗാന്ധർവം. അന്ന് സ്റ്റണ്ടിൻ്റെയൊക്കെ ഒരു സമയമാണ്. അത് ബാബു ആൻ്റണീൻ്റെയൊക്കെ ഒരു സ്റ്റണ്ട് എല്ലാം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആ സമയത്ത് നിർണയം, മോഹൻലാലിൻ്റെ അന്നത്തെ നല്ല മികച്ച ഒരു മൂവിയാണ് നിർണയമൊക്കെ നമുക്ക്. പിന്നെ അതേമാതിരി നമ്മളെ നാട്ടിൽ അന്നൊരു പുതിയ തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അന്ന് വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ അന്നത്തെ കാലത്ത് 1993 പിന്നെ അങ്ങനെ നമ്മൾ സ്ഫടികം മൂവി വളരെ നല്ല ഒരു മൂവിയായിരുന്നു. അന്നത്തെ കാലത്ത് സ്റ്റണ്ട് അധികമായിട്ടുള്ള ഒരു മൂവി ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കാസറ്റൊക്കെ ഇട്ട് കണ്ട ഒരു പടം കമലദളം. അന്ന് കമലദളം കണ്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുള്ള ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഒരു സിനിമയും അന്ന് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. ഒന്നൊക്കെ കറണ്ട് പോകും, അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പിന്നെ നമ്മളതിലേക്ക് ഒന്ന് ഇരിക്കുക, അതായിരുന്നു നമ്മളെ ഒരു പ്രവണത ഒക്കെ. അന്ന് പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മോഹൻലാലിനൊക്കെ കിട്ടിയ അന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ വ്യാജ CD-ൻ്റെ അഭാവമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ചെയ്യുന്ന ഫിലിം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു സ്ഥിതികളുണ്ടായിരുന്നു. പിന്നെ ആകെ നമുക്ക് ഈ VCR, ഇതൊക്കെ വന്നപ്പം ആൾക്കാർ TV-യിൽ ഇരുന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും, മിക്ക ആൾക്കാരെ വീട്ടിലും VCR-ഉം ഇതൊന്നും ഉണ്ടാവില്ല. കറണ്ട് പോലും അന്ന് കൂടുതലായിട്ട് എത്തിയിട്ടില്ല. 1977 കറണ്ട് കൂടുതലായിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഭയങ്കര റൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു KSEB ഉപയോഗിച്ചിരുന്നു, പോസ്റ്റും കാര്യത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ഒരു ചിലവുള്ള കേസായതുകൊണ്ട് ആരും അങ്ങനെ TV പോലും വളരെ ചുരുക്കമായിരുന്നു. ഒരു 100 വീട് എടുത്താൽ ഒരു 3 വീട്ടിലൊക്കെ ഒരു TV തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും എക്സ്പെൻസീവാണ്. KSEBൻ്റെ പോസ്റ്റിനൊക്കെ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിനൊക്കെ വളരെ ഇതായിരുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാതെ ഇരിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഈ ഫിലിമിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ഫിലിം വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ പല സിനിമയിലും ഉദയനാട് താരത്തിലൊക്കെ പറയുന്നുണ്ട്, ഒരു ഫിലിമിൻ്റെ ഇതിൻ്റെ ഇത്ര റേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം എക്സ്പീരിയൻസ് ആൾക്കാരല്ലെങ്കിൽ ഇവർക്ക് എല്ലാത്തിനും കോസ്റ്റും ചിലവ്. പിന്നീട് 2003 ഇവർക്ക് ഇതിൻ്റെ പുതിയ ഓരോരോ അപ്ഡേറ്റുകൾ വന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫിലിം ഒഴിവായി. ഫിലിമിൻ്റെ ആ ഒരു
ഇതേ ഇവിടെ ക്യാൻസലായി. അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു വളരെയധികം ഗുണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പിന്നെ ബിഗ് ബോസിനകത്തേക്ക് വരികയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് അപ്സരയൊക്കെ മോഹൻലാലിനെ കുറിച്ചൊക്കെ വളരെയധികം നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സിജോ എന്താണ് നമ്മുടെ ലൂസിഫറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ആവർത്തന വിരസത കുറച്ച് അധികം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലൂസിഫറിൽ പോലത്തെ ക്യാരക്ടർ കുറേ അങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഒരു അമാനുഷികമായ വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല രീതിയിൽ ആണ് നമ്മുടെ ബിഗ് ബോസിൽ ഈ ഒരു പരിപാടി ലാലേട്ടൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നന്ദി.